ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് സെക്ഷൻ, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫെസിലിറ്റീസ് അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർനെറ്റ് എന്താണ്, അതിൻ്റെ ഹിസ്റ്ററി ആൻഡ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തതാണ്. ഇനി വാട്ട് ആർ ദ ഫെസിലിറ്റീസ് അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ് ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു 6 പോയിൻറ്റ്സാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ അതല്ലാതെ നമുക്ക് തന്നെ ജനറലി അറിയാവുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇൻ്റർനെറ്റിൽ. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിലും ഇൻ്റർനെറ്റ് വഴി സെർച്ച് ചെയ്ത് നമുക്ക് റിട്രീവ് ചെയ്യാവുന്നതാണ്. ഒരുപാട് സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റാബേസാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. ഇനി അതല്ല, ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് ഇപ്പോൾ കറൻ്റ്ലി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്. ഓൺലൈൻ മാർക്കറ്റിംഗ്, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിനും പ്രൊമോഷൻ ഒക്കെ വേണ്ടി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതല്ല, ഇനിയിപ്പോൾ ജനറൽ പബ്ലിക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്ക് മറ്റുള്ളവരുമായിട്ട് നമ്മുടെ വേൾഡിൻ്റെ ഏതൊരു കോർണറിലുള്ള ഒരു പേഴ്സണായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും ഇൻ്ററാക്ട് ചെയ്യുന്നതിനും ഒക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇൻ്റർനെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് ഫെസിലിറ്റീസ് തന്നെയാണ്. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു 6 പോയിൻ്റ് വൈസ് ആയിട്ടാണ് പഠിക്കാനുള്ളത്. ഇത് എന്താ പറയുക, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമെയിലാണ്. ഇൻ്റർനെറ്റിൻ്റെ ഒരു ബേസിക് ഫെസിലിറ്റിയാണ്, മോസ്റ്റ് യൂസിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇമെയിലാണ്. ഇമെയിൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. It is an electronic message sent from one computer to another or one person to another. എന്താ ഇലക്ട്രോണിക് മെയിൽ, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. കൺവെൻഷണൽ മെയിൽ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നമുക്ക് ഫാസ്റ്ററായിട്ട് ഒരു ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്കലി നമ്മൾ മെയിൽ സെൻഡ് ചെയ്യാണ്. ഇവിടെ എങ്ങനെയാണ്, നമ്മൾ ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു പേഴ്സൻ്റെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വേണ്ട കണ്ടൻറ്റ് എന്താണ്, ചിലപ്പോൾ നമുക്ക് ടെക്സ്റ്റുവൽ കണ്ടൻറ്റ് ആയിരിക്കും ടൈപ്പ് ചെയ്ത് മെയിൽ ചെയ്യുന്ന മെത്തേഡുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയസ് മീഡിയാസ് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ ഗ്രാഫിക്കൽ മീഡിയ, അത് വീഡിയോസ് ആയിട്ടോ അല്ലെങ്കിൽ ഓഡിയോ ആയിട്ടോ ഡോക്യുമെൻ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേരിയസ് കൈൻഡ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ഫോമാറ്റ് ഓഫ് മെയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇമെയിൽ യൂസ് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൺവെൻഷണൽ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് 24 hours അവൈലബിൾ ആണ്, ചീപ്പസ്റ്റ് കോസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഒരു മെയിൽ സെൻഡ് ചെയ്യുന്ന സമയത്താണ് നമ്മളൊരു കൺവെൻഷണൽ മീഡിയ അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റൽ ആയിട്ട് നമുക്കൊരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് മെയിൽ ചെയ്യണമെന്ന് വിചാരിക്കാം. മെയിൽ ചെയ്യാൻ മീൻസ് ഒരു ലെറ്റർ മെയിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു മെത്തേഡാണ്. നമുക്ക് അതിൽ ഇൻക്ലൂഡ് ആവുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് അയക്കുന്ന സമയത്ത്. പക്ഷെ നമ്മളത് ഇമെയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, ജസ്റ്റ് ഒരു വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് എന്താണോ സെൻഡ് ചെയ്യേണ്ടത് അത് ഈസിലി സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ടൈമും കുറവാണ്, അതേസമയം കോസ്റ്റും കുറവാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇമെയിലാണ്. ഇമെയിൽ എന്ന് പറയുന്നത് നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഏതൊരു പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ, ഇപ്പോൾ എഡ്യൂക്കേഷൻ ആകാം അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിൽ എല്ലായിടത്തും ഒരുപോലെ യൂസ് ചെയ്യുന്നൊരു ഫെസിലിറ്റിയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് അയക്കേണ്ട റിസീവർ ആരാണോ അവരുടെ ഇമെയിൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ആ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നമ്മൾ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് സെൻഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാണ് ചെയ്യുക. നമുക്കറിയാവുന്ന പ്രോസസ്സ് ആയതുകൊണ്ടാണത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാത്തത്. ആൻഡ് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിസീവറിൻ്റെ മെയിൽ ബോക്സിൽ ഇൻബോക്സിൽ അത് എത്തിച്ചേരും. ആൻഡ് അറ്റ് ഹിസ് കൺവീനിയൻസ് ഹി ക്യാൻ ഓപ്പൺ ദ മെയിൽ ബോക്സ്.
നമ്മൾ സെൻഡ് ചെയ്യുന്ന ആളുടെ സെൻഡ് ബോക്സിലും ഉണ്ടാകും, ആൻഡ് റിസീവ് ചെയ്യുന്ന ആളുടെ ഇൻബോക്സിലും ഈ ഒരു മെസ്സേജ് ഉണ്ടാകും. അത് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മിസ്സായി പോകുന്നില്ല എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫെസിലിറ്റി അതാണ്. ദെൻ സെക്കൻഡ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനില്ലെങ്കിൽ കൂടെ നേരത്തെ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഒരു ഏരിയ തന്നെയാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. പ്രോട്ടോക്കോൾ മീൻസ് ഇറ്റ് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ യൂസ് ടു അപ്ലോഡ് ആൻഡ് ഡൗൺലോഡ് ഫയൽസ്. എന്തിനു വേണ്ടിയിട്ടാണ്? നെയിമിൽ തന്നെ ഉണ്ട്, ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻറ്റർനെറ്റ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമേഴ്സിന് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് FTP എന്ന് പറയുന്നത്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഗൂഗിളിൽ ഒരു സോങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയ ഡൗൺലോഡ് ചെയ്യുകയാണെന്ന് വയ്ക്കാം. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതായത് നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ വെബിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു കണ്ടൻറ്റ് നമ്മൾ ആക്സസ് ചെയ്യാണ്, ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ സെർവറിൽ നിന്നും നമ്മളുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലേക്ക് ആ ഒരു മീഡിയ ആക്സസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫയൽ ട്രാൻസ്ഫർ നടക്കുന്നത് അവിടെ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ ക്ലയൻറ്റ് സെർവറിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ഒരു റിക്വസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു സോങ് ആണ്, MP3 ആണെന്ന് വയ്ക്കാം. സോ ഒരു MP3 ഏതാണ് നമുക്ക് വേണ്ട സോങ് ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് മെയ്ഡ് ബൈ ദ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ. ആൻഡ് ദ സെർവർ കമ്പ്യൂട്ടർ, നമ്മൾ എവിടെയാണ്? ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത്, വെബിലാണ് ഇത് എത്തുന്നത്. സോ ദ സെർവർ കമ്പ്യൂട്ടർ വിൽ പ്രോസസ് ദിസ് റിക്വസ്റ്റ്. അവരെന്ത് ചെയ്യും? ഈ ഒരു FTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു എന്താണോ നമുക്ക് വേണ്ട സോങ് ഏതാണോ അത് ആ ഒരു വെബിൽ, എല്ലാ ഇൻഫോർമേഷനും സ്റ്റോർ ചെയ്യുന്നത് വെബിലാണ്. അപ്പോൾ വെബിൽ സെർച്ച് ചെയ്യും, ആൻഡ് നമുക്ക് വേണ്ട സോങ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ സെർവർ കമ്പ്യൂട്ടർ നമുക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് FTP ആണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇത് നമുക്ക് പ്രോട്ടോക്കോൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഫയൽസ് അപ്ലോഡ് ആൻഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനും ട്രാൻസ്ഫർ ചെയ്യുന്നതിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് FTP പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫെസിലിറ്റി ഇറ്റ് ഈസ് യൂസ്നെറ്റ്. യൂസ്നെറ്റ് മീൻസ് യൂസേഴ്സ് നെറ്റ്വർക്ക് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് യൂസ്നെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേരിയസ് ഫീൽഡിൽ, വേരിയസ് സെക്ഷനിൽ വരുന്ന ന്യൂസ് ഗ്രൂപ്പ്സ് മീൻസ് ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ്സാണ്. ഇതിൻ്റെ ഒരു കളക്ഷനാണ് യൂസ്നെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡിസ്കഷൻ സിസ്റ്റം അവൈലബിൾ ഓൺ കമ്പ്യൂട്ടേഴ്സ്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂസ്നെറ്റിൽ പറയുന്നത് 1500 ന്യൂസ് ഗ്രൂപ്പ്സിൽ കൂടുതൽ ന്യൂസ് ഗ്രൂപ്പ്സാണ് ഇവിടെ ഉള്ളത്. ന്യൂസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പും ഓരോ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആയിരിക്കും, ചിലത് എഡ്യൂക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ടാകും, ചിലത് സ്പോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടാകും. ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഫസ്റ്റ് 1500 ന്യൂസ് ഗ്രൂപ്പ്സിൽ കൂടുതലുണ്ട് ഈ ഒരു യൂസ്നെറ്റിൽ. അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പ്സും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഏരിയ ഏത് സബ്ജക്റ്റിലാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ന്യൂസസ്, അവരുടെ കമൻസ് ഒക്കെ ഈ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂസ്നെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു 1500 സബ്ജക്റ്റിലുള്ള നോളജ് കിട്ടുകയാണ്. ഇതിലെല്ലാ ഏരിയാസിലുള്ള ന്യൂസ് അപ്ഡേറ്റ്സൊക്കെ ഈ ഒരു യൂസ്നെറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓരോ ന്യൂസിലും നമുക്ക് നമ്മളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നോളജ്
ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലൈക്ക് നമ്മൾ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഒരു യൂസ് നെറ്റ് എന്ന് പറയുന്നത്. വേരിയസ് സബ്ജക്റ്റിലുള്ള ന്യൂസ് ഗ്രൂപ്പ്സാണ് ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബേസിസിൽ ഇൻഫോർമേഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് യൂസ് നെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ യൂസേഴ്സ് നെറ്റ്വർക്ക് എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പം ഓരോ ഏരിയാസിലുള്ള ഇൻഫോർമേഷൻ ഓർ മെസ്സേജസ് ഒക്കെയാണ് ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ടെൽനെറ്റ് ആണ്. ടെൽനെറ്റ് മീൻസ് ടെലി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നുള്ളതാണ് ടെൽനെറ്റ് എന്നിവിടെ പറയുന്നത്. Telnet or remote computing is telecommunication utility software which uses available telecommunication facility and allows to become a user on a remote computer. എന്താ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. അതെന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി എന്താണോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു റിമോട്ട് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ കഴിയാണ്. റിമോട്ട് കമ്പ്യൂട്ടർ മീൻസ് നമ്മളുടെ ലോക്കൽ കമ്പ്യൂട്ടർ അല്ലാത്ത മറ്റൊരു കമ്പ്യൂട്ടർ, നമുക്ക് ഫിസിക്കലി ഇപ്പോൾ ആക്സസ് ചെയ്യാൻ കഴിയാത്ത ഒരു കമ്പ്യൂട്ടറാണ്. ഏതോ ഒരു റിമോട്ട് ഏരിയയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറാണ് റിമോട്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഈ ഒരു റിമോട്ട് കമ്പ്യൂട്ടറിൻ്റെ ഒരു സർവീസ് നമുക്ക് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് ടെൽനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ FTP പറഞ്ഞപ്പോൾ എന്താ അവിടെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതടക്കം മറ്റെല്ലാ സർവീസസും നമുക്കൊരു റിമോട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ടെൽനെറ്റ് ഫെസിലിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി എന്താണോ അത് യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻസും കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഓൺലൈനായിട്ട് നമ്മളൊരു വീഡിയോ കാണുകയാണെന്ന് വെക്കുക. അവിടെ നമ്മളുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു വീഡിയോ അല്ല കാണുന്നത്, മറ്റൊരു സെർവർ കമ്പ്യൂട്ടറിലുള്ള വീഡിയോ നമ്മൾ ഓൺലൈനായിട്ട് കാണുകയാണ്. അവിടെ നമ്മൾ ടെൽനെറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് സെർവറിന് ഒരു വീഡിയോ പ്ലേ ചെയ്യണം എന്നുള്ളത്. നമ്മൾ മറ്റൊരു സെർവറിൽ ആ ഒരു സെർവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ റിമോട്ട് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫങ്ഷനാണ് ആക്സസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെൽനെറ്റാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. ഇനി നെക്സ്റ്റ് ഇൻ്റർനെറ്റ് റിലേ ചാറ്റാണ്, IRC എന്ന് പറയും. ഇത് സിമ്പിളായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലബ് ഹൗസൊക്കെ ഇപ്പോൾ വന്നതുപോലെ ക്ലബ് ഹൗസൊക്കെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അതുപോലൊരു ഓൺലൈൻ ചാറ്റ് സെഷനാണ് ഈ ഒരു ഇൻ്റർനെറ്റ് റിലേ ചാറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫെസിലിറ്റി അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ്. ഇറ്റ് ഈസ് എ റിയൽ ടൈം ചാറ്റ് സെഷൻ. ഓക്കെ, നമുക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻ്റർനെറ്റ് റിലേ ചാറ്റ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്പിൾ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സൈമൾട്ടേനിയസ്ലി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് ചാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സെഷനാണ് ഇൻ്റർനെറ്റ് റിലേ ചാറ്റ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ നമ്മളെല്ലാ സോഷ്യൽ മീഡിയാസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചാറ്റ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ലൈവ് വേർഷനാണ് ഇൻ്റർനെറ്റ് റിലേ ചാറ്റ് എന്ന് പറയുന്നത്. ലൈവായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയും. അവർക്ക് എന്ത് ചെയ്യാം, മെസ്സേജസ് ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ചാറ്റിംഗ് സെഷൻസ് നടക്കുന്നത്. ഐദർ നമുക്ക് പബ്ലിക് ചാറ്റ് സെഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റ് സെഷൻസും ഉണ്ടാവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫെസിലിറ്റി ഈസ് വേൾഡ് വൈഡ് വെബ്. ഇത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ഇൻ ദ സെൻസ് ദാറ്റ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻ്റർനെറ്റിൽ www. എന്ന് തുടങ്ങി എന്ത് ടൈപ്പ് ചെയ്താലും ആ ഒരു ഇൻഫോർമേഷൻ ഈസിലി ആക്സസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഇൻഫോർമേഷൻസും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റാബേസാണ്. ഡാറ്റാബേസ് മീൻസ് എല്ലാ തരം ഇൻഫോർമേഷൻസും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറേജ് മീഡിയ ആണ് ഈ ഒരു വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു 1989 ഇതിൻ്റെ ഫസ്റ്റ് ഈ ഒരു വെബ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ടിം ബേർണേഴ്സ്-ലീ ആയിരുന്നു, സയൻറ്റിസ്റ്റ് ആയിരുന്നു. പിന്നെ അതിന് ശേഷമാണ് അത് ഡെവലപ്പായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേൾഡ് വൈഡ് വെബ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.
നമുക്കറിയാം നമ്മളുടെ ഇൻ്റർനെറ്റിൽ ഒരുപാട് തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻസ് ഉണ്ട്. വെദർ ഇറ്റ് ഈസ് മീഡിയ, വീഡിയോസ് ആകാം, അല്ലെങ്കിൽ മ്യൂസിക് ആകാം, ഇമേജസ് ആകാം, ഓർ ടെക്സ്റ്റ് ആയിട്ടുള്ള മീഡിയാസും ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബാണ്. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് WWW. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വെബ് ആക്സസ് ചെയ്യുന്നത് നമ്മൾ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമ്മൾ വെബ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു അഡ്രസ്സ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റാണെന്ന് വയ്ക്കാം. അപ്പോൾ നമ്മളവിടെ കൊടുക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് www.calicut.university. എന്നുള്ള അഡ്രസ്സാണ് കൊടുക്കുന്നത്. അതുപോലെ ഏതൊരു ഇൻഫോർമേഷനും ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അഡ്രസ്സ് ഉണ്ടാകും. ഇറ്റ് ഈസ് നോൺ ആസ് URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിൻ്റെ ബേസിലാണ് വെബ് നമുക്ക് എന്ത് ഇൻഫോർമേഷനാണ് വേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഒരു URLൻ്റെ ബേസിസിലാണ്. ഇതിൽ നമുക്ക് കുറച്ച് ടേംസ് കൂടി, ഈ ഒരു വേൾഡ് വൈഡ് വെബിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ടേംസ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് വെബ് പേജസ് എന്ന് പറയുന്നത്. നമ്മളുടെ വേൾഡ് വൈഡ് വെബിൽ ഓരോ ഇൻഫോർമേഷനും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ ഡോക്യുമെൻ്റ് ആയിട്ടാണ്. നമ്മൾ ഒരു ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് റിട്രീവ് ചെയ്യുന്ന ആ ഒരു പേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ഡോക്യുമെൻറ്റ്. നമുക്കൊരു PDF ഫോർമാറ്റിൽ പ്ലേ ചെയ്യുന്നത് പോലെ, ഡോക്യുമെൻ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നത് പോലെയാണ് തോന്നുക. നമുക്കൊക്കെ ഇപ്പോൾ ഫോണിൽ എന്തുണ്ട്, ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളെന്താ അതിൽ ചെയ്യുക, ടൈപ്പ് ചെയ്യും ആൻഡ് സേവ് ആസ് ഡോക്യുമെൻ്റ് കൊടുക്കും. പിന്നെ അത് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേജ് പോലെ ഡിസ്പ്ലേ ചെയ്യിക്കും. ഇൻ്റർനെറ്റിൽ ഈ ഒരു പേജ് ഡെവലപ്പ് ചെയ്യുന്നത് HTML കമാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അപ്പം HTML കമാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് വെബ് പേജസ് എന്ന് പറയുന്നത്. ഓൾ ദി ഇൻഫോർമേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ് പ്രസൻറ്റഡ് ആസ് എ ഡോക്യുമെൻറ്റ് കോൾഡ് വെബ് പേജസ് ആൻഡ് ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ ക്രിയേറ്റഡ് യൂസിങ് HTML. ഓക്കെ, അപ്പം ഈ ഡോക്യുമെൻറ്റ്സിനെയാണ് നമ്മൾ വെബ് പേജസ് എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് വെബിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഡോക്യുമെൻറ്റും ഓരോ വെബ് പേജസ് ആണ്. നമുക്കൊരു നോട്ട്ബുക്കിന് പേജ് ഉള്ളതുപോലെ വെബിൽ ഓരോ പേജസിനെ നമ്മൾ വെബ് പേജസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെബ് പേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ നമ്മൾ പറഞ്ഞു HTML ലാംഗ്വേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു കോഡിംഗ് ലാംഗ്വേജാണ്. അത് നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള ലാംഗ്വേജാണ്. ഈ ഒരു HTML ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് HTML ലാംഗ്വേജ് എന്ന് പറയുന്നത്. HTML ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ പേജിൽ ഹൈപ്പർ ലിങ്ക്സ് ഒക്കെ കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു പേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു കളറിൽ ചേഞ്ച് വന്നുകൊണ്ട്, അല്ലെങ്കിൽ അണ്ടർലൈൻഡ് ആയിട്ടുള്ള ചില ടേംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മറ്റു പേജിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകും, അല്ലെങ്കിൽ മറ്റു പേജിലേക്ക് ജമ്പ് ചെയ്ത് പോകും. അത് യൂസ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാലോ ലിങ്ക് എന്താണെന്നുള്ളത് അറിയാലോ. അപ്പോൾ ഈ ഒരു ലിങ്ക് നമ്മൾ കൊടുക്കുന്നതും ഈ ഒരു HTML ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ HTML ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് HTML പേജസ് ഓർ വെബ് പേജസ്. വെബ് പേജസ് എന്ന് പറഞ്ഞാൽ ചില വെബ് പേജസ് നമുക്ക് കണ്ടാൽ ഒരു ലൈക്ക് നോട്ട്ബുക്ക് പേജ് പോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ് പേജസ് ഉണ്ടാകും, ചേഞ്ചസ് ഒന്നും വരാത്ത. ചില വെബ് പേജസ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആയിരിക്കും. രണ്ട് ടൈപ്പ് ഓഫ് വെബ് പേജസ് ആണുള്ളത്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ അതിൽ ആനിമേറ്റഡ് കണ്ടൻറ് ഉണ്ടാകും, ചില മൂവിങ് ഒബ്ജക്റ്റ് വരുന്ന വീഡിയോസൊക്കെ പ്ലേ ചെയ്യാവുന്ന പേജിനെയാണ് ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ഈ HTML ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്കാണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞു. ഒരു പേജിൽ നിന്ന് നമുക്കൊരു മറ്റ് പേജിലേക്കോ, അല്ലെങ്കിൽ ഒരു പേജിലെ തന്നെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്കോ ജമ്പ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പേജ് എടുക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ വെബ് പേജ് എടുക്കുന്ന സമയത്ത് അതിൽ ചിലപ്പം ടോപ്പ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ടാകും ഗോ ടു ബോട്ടം
ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേജിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് എത്തും. ഇതെന്താണ്? അതൊരു ലിങ്കാണ്, നമുക്കൊരു പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന ലിങ്കാണ്. ഇനി അതല്ല, ചില പേജസിൽ നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞിട്ടൊരു ഹൈപ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇത് എന്താണ്? ഡിഫറെൻറ്റ് പേജസ് തമ്മിൽ കൊടുത്തിരിക്കുന്ന ഹൈപ്പർ ലിങ്കാണ്. അങ്ങനെ ലിങ്ക് നമുക്ക് ഒരു പേജിൽ തന്നെയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പേജസിലായിട്ടോ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ദെൻ HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇതെന്തിനാ? നമുക്ക് ഈ ഒരു FTP എന്താണെന്ന് പറഞ്ഞല്ലോ, ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ്. അതുപോലെ ഈ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നമ്മൾ FTP അല്ല യൂസ് ചെയ്യുന്നത്, HTTP ആണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴാണ്? നമുക്കൊരു ഹൈപ്പർ ലിങ്ക് കൊടുത്തിരിക്കുന്ന പേജസ് അല്ലെങ്കിൽ വെബ് പേജസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് HTTP ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം വെബ് ബ്രൗസിംഗ് ആണ്. വെബ് ബ്രൗസിംഗ് മീൻസ് നമ്മൾ സിംപ്ലി സെർച്ച് ചെയ്യുന്ന, ഇൻ്റർനെറ്റിൽ നമ്മളൊരു വേർഡ് ടൈപ്പ് ചെയ്യുന്നു, അത് സെർച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വെബ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് അല്ലെങ്കിൽ നെറ്റ് സർഫിംഗ് എന്നൊക്കെ പറയും. വെബ് ബ്രൗസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ആൻഡ് ആക്സസിങ് ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ഓൺ ദ ഇൻ്റർനെറ്റ്. ഓക്കെ, ബ്രൗസ് ചെയ്യുക എന്ന് പറയും. ദെൻ വെബ് ബ്രൗസിംഗ് പോസിബിൾ ആക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് റൺസ് ഓൺ ദ ഇൻ്റർനെറ്റ് കണക്റ്റഡ് കമ്പ്യൂട്ടർ ആൻഡ് പ്രൊവൈഡ് ആക്സസ് ടു വെബ് പേജസ്. നമ്മളുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറാണ്, ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലുള്ളൊരു പ്രോഗ്രാമാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എടുക്കാം. ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ നമ്മളൊരു വേർഡ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മളുടെ ടൂൾ എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഇൻ്റർനെറ്റ് എക്സ്പ്ലോററാണ്. സോ ഇറ്റ് ഈസ് എ വെബ് ബ്രൗസർ. ഓക്കെ, ദെൻ ലാസ്റ്റ് ടേം വെബ് സെർവർ. സെർവർ മീൻസ് എന്താണ്? ഇതെവിടെയാണോ ഈ എല്ലാ ഇൻഫോർമേഷനും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാമാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ആക്സെപ്റ്റ് റിക്വസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു HTTP. ഓക്കെ, അപ്പം നമ്മൾ HTTP യൂസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻ, ഇപ്പം നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നു എന്തെങ്കിലും, ഇത് എവിടേക്കാണ് എത്തുന്നത്? വെബ് സെർവറിലാണ് എത്തുന്നത്. വെബ് സെർവറാണ് പിന്നെ അതിന് വേണ്ട ഇൻഫോർമേഷൻ നമുക്ക് റിട്രീവ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസാണ് വേൾഡ് വൈഡ് വെബായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ 6 ഫെസിലിറ്റീസാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക, അത് സാധാരണ ചോദിക്കുന്ന ഏരിയ ആണ്. ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന അത്രയും ഏരിയാസ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ.